So 20C start here. 20C the first question. Diameter of a circle is 28 centimeters. Find the circumference. Circumference in a formula 2 pi r. Circumference in another perimeter of the circle and area pi r square. Random by heart ചെയ്ത് വെക്കണം. എപ്പോഴും തെറ്റിപ്പോകുന്ന ഒരു കാര്യം സർക്കിളിൻ്റെ കാര്യത്തിൽ വരുമ്പം എപ്പോഴും ഡയമീറ്റർ എടുത്ത് റേഡിയസ് ആയിട്ട് എഴുതും. അപ്പോൾ എപ്പോഴും ഫസ്റ്റ് റേഡിയസ് ആദ്യമേ കണ്ടുപിടിക്കാൻ നോക്കുക. റേഡിയസ് ഈസ് ഡയമീറ്റർ ബൈ 2. സോ 28 by 2, 14. Now circumference is equal to 2 into പൈയുടെ വാല്യൂ നമുക്ക് നോർമലി 3.14 എന്നും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 22/7 എന്നും യൂസ് ചെയ്യാം. 3.14 യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം അത് യൂസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ 22/7 തന്നെ യൂസ് ചെയ്യാം. സോ 2 into 22/7 into r എന്ന് പറയുന്നത് 40, which is equal to 88 centimeters. Area of the circle is pi r square. Again 22/7 into r square എന്നാണ്. So 14 into 14. ഇപ്പോൾ 7ഉം 14ഉം ഒക്കെ കട്ടായി പോകും. അതുകൊണ്ട് ആണ് ഈ 22/7 തന്നെ ഇടാൻ പറയുന്നത്. മിക്ക ക്വസ്റ്റ്യൻസിലും അങ്ങനെ കട്ടായി പോകാറുണ്ട്. which is equal to 616 centimeter square. ഇത് സർക്കിളിൻ്റെ പെരിമീറ്റർ എന്ന് വേണമെങ്കിൽ പറയാം, സർക്കംഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ലെങ്ത് ഓഫ് ദ ബൗണ്ടറി ഓഫ് ദ സർക്കിൾ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് ലെങ്ത് ആയതുകൊണ്ടാണ് സെൻറ്റിമീറ്റർ എന്നിട്ടേക്കുന്നത്, ഏരിയ ആയതുകൊണ്ടാണ് സെൻറ്റിമീറ്റർ സ്ക്വയർ. Question number 2. The circumference of a circular field is 308 meter. Find its radius and area. Circumference എന്ന് പറയുമ്പോൾ തന്നെ 2 pi r ആണ്. So 308 is equal to 2 into 22/7 into r എന്നാണ്. ഇതിൽ നിന്ന് r is equal to 308 into 7 by 2 into 22, which is equal to 49 meters എന്ന് കിട്ടും. So area is equal to pi r square, that is 22/7 into 49 into 49, which is equal to 7546 meters square. Question number 3. Sum of the circumference and diameter of a circle. Sum of the circumference and diameter of a circle is 116 centimeters. Find its radius. Circumference എന്ന് പറയുമ്പോൾ 2 pi r. Diameter is twice radius. Diameter എന്ന് പറയുന്നത് ഒരു സർക്കിളിൻ്റെ സെൻറ്റർ ഓഫ് എ സർക്കിളിൽ കൂടെ പാസ് ചെയ്യുന്ന കോഡാണ്. കോഡ് എന്ന് പറഞ്ഞാൽ എനി ലൈൻ സെഗ്മെൻറ്റ് that touches any 2 points on the circumference of the circle ആണ്. അപ്പം ഇത് ഇങ്ങനെ ഇവിടെയൊക്കെ ആണെങ്കിൽ ചെറിയതായിരിക്കും കോഡ് എന്ന് പറയുന്നത്, വളരെ ചെറുതാണ്. സെൻട്രലോട്ട് ചെല്ലും തോറും വലുതായി വലുതായി വരും. അങ്ങനെ സെൻറ്റർ ഓഫ് ദ സർക്കിളിൽ കൂടെ പാസ് ചെയ്യുന്നതാണ് ലോങ്ങസ്റ്റ് കോഡ്. അത് തന്നെയാണ് ഡയമീറ്റർ എന്ന് പറയുന്നത്. അത് ഈ സെൻറ്റർ ഓഫ് ദ സർക്കിളിൽ നിന്നും സർക്കംഫറൻസ് വരെ ഉള്ളതിനാണ് നമ്മൾ റേഡിയസ് എന്നും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് റേഡിയസ് ആണ്. ഇതും റേഡിയസ് ആണ്, ഇതും റേഡിയസ് ആണ്. അതുകൊണ്ടാണ് ഡയമീറ്റർ എന്ന് പറയുന്നത് 2 times റേഡിയസ് ആണെന്ന് പറയുന്നത്. ഈക്വൽ ടു 116. അതിൽ നിന്ന് 2r നമുക്ക് കോമൺ എടുക്കാം. 2r ഇൻറ്റു പൈ എന്നാണ്. അപ്പം 22/7 പ്ലസ് 2r ഇൻറ്റു 1 is equal to 116. Taking LCM, 22 plus 7/7 equal to 116. 2r into 29/7 ആണ് 116. So then r is equal to 116 into 7 divided by 2 into 29, which is equal to 14 centimeter എന്ന് കിട്ടും. Question number 4. The radii of 2 circles. 2 സർക്കിൾസ് ഉണ്ട്.
R1, R2 ആയിക്കോട്ടെ. Radius of two circles are 25 centimeters and 18 centimeters. Find the radius of the circle which has circumference equal to sum of the circumference of these two circles. അപ്പോൾ മൂന്നാമത് വേറൊരു സർക്കിൾ ഉണ്ട്, അതിൻ്റെ റേഡിയസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. which has circumference equal to the sum of circumference of these two circles. ഇതിൻ്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത് 2π r1 ആണ്. ഇതിൻ്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത് 2π r2 ആണ്. ഇതിൻ്റെ സർക്കംഫറൻസ് is equal to sum of the circumference of these two circles, അതായത് C1 plus C2 ആയിരിക്കണം. സോ C1 എന്ന് പറയുന്നത് 2π into 25 ആണ്. C2 എന്ന് പറയുന്നത് 2π into 18 ആണ്. സോ ഈ C എന്ന് പറയുന്നത് 2π r ആണ്, is equal to C1 എന്ന് പറഞ്ഞാൽ 25 into 2 50π plus 18 into 2 36π 86π ആണ് 2π r. ഇതിൽ പൈ അങ്ങ് ആദ്യമേ കട്ട് ചെയ്ത് കളയാം. r is equal to 86/2 43 centimeters. Fifth question, the radii of two circles are, again same thing ആണ്, രണ്ട് സർക്കിൾസ് ഉണ്ട്, radii of two circles. അപ്പോൾ ആദ്യത്തെ r1 48 centimeters and radius of the second circle is 13 centimeters. Find the area of the circle, വേറൊരു സർക്കിളിൻ്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്, which has its circumference equal to the difference of circumference of the given two circles. റേഡിയസ് വലുതായിട്ടുള്ളത് r1 ആണ്. സോ ഡെഫിനറ്റ്ലി ഈ അതിൻ്റെ സർക്കംഫറൻസ് ആയിരിക്കും വലുതും. സോ C1 minus C2. Difference of the circumference. So ഇവിടെ C1 is 2π r1, that is 2 into pi into 48 96π എന്ന് വരും. ഇവിടെ ആണെങ്കിൽ 2π r2 2 into pi into 13 26π. ഇവിടെ സർക്കംഫറൻസ് 2π r is equal to 96π minus 26π. ഓക്കെ, 96 minus 26 എന്ന് പറയുന്നത് 70π ആണ്. അതാണ് 2π r. സോ അഗൈൻ പൈ രണ്ടും കട്ടായി, 2r ആണ് 70, r is equal to 70/2 35 centimeters. Find the area of the circle എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഏരിയ is equal to pi r square ആണ്, pi into r square 35 into 35. ഇവിടെ ഈ പൈക്ക് വരെ നമ്മൾ 22/7 കൂടെ ഇടണം. So which is equal to 3850 centimeters square. Question number 6. The diameter of two circles D1, D2 are 32 centimeters and 24 centimeters. Find the radius of the circle. Where circle ആണ്? Find the radius of the circle, let it be r, having its area is equal to sum of areas of the two circles. അപ്പോൾ ഇവിടെ നമുക്ക് A1 ആയിരിക്കട്ടെ ഏരിയ, ഇവിടെ A2 ആയിരിക്കട്ടെ ഏരിയ. അപ്പം ഇവിടുത്തെ ഏരിയ is equal to sum of areas of the two given circles എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡയമീറ്റർ ആണ് തന്നിരിക്കുന്നത്. അപ്പം തന്നെ ആദ്യം റേഡിയസ് കണ്ടുപിടിക്കുക. 32/2 16 centimeters. ഏരിയ is equal to pi r square, അതായത് pi r1 square. സോ pi into 16 square. ഇവിടെ ആണെങ്കിൽ r2 എന്ന് പറയുന്നത് 24/2 ആണ്, 12 centimeters. ഏരിയ is pi into r2 square. So pi into 12 square. ഇത് 256π, ഇത് 144π. Now area of the new circle എന്ന് പറയുന്നത് pi r square is equal to 256π
plus 144 pi. So pi r square is equal to 400 pi. Pi cut ചെയ്ത് കളഞ്ഞു. R square ആണ് 400. R is equal to square root of 400, 20 centimeters. Radius ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. 7th question. The radius of a circle is 5 meters. Find the circumference of the circle. Where circle ആണ്? Circumference of the circle whose area is 49 times area of this circle. ഇവിടെ A1 എന്ന് പറയുന്നത് pi r square ആണല്ലോ. Pi into pi 22/7 വേണമെങ്കിൽ ആദ്യമേ എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് pi തൽക്കാലം എടുത്ത് തന്നെ ചെയ്യാമേ. Pi into r square. Pi r square. So 25 pi എന്നാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ ഏരിയ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദിസ് സർക്കിൾ ആണ്. ഇതിൻ്റെ റേഡിയസ് r ആയിക്കോട്ടെ. Area means pi r square is equal to 49 times 25 pi. Pi കട്ടായി പോയി. R is equal to square root of 49 into 25, which is 7 into 5, which is equal to 35 centimeters. Sorry, ഇവിടെ meter ആണ്, അതുകൊണ്ട് meters. Find the circumference of the circle എന്നാണ് പറഞ്ഞേക്കുന്നത്. Circumference is 2 pi r, 2 into 22/7 into 35, which is equal to 220 meters എന്നാണ് ആൻസർ ഇട്ടത്. 8th question. A circle of largest area is cut from a rectangular piece of cardboard of dimension 55 centimeters and 42 centimeters. അപ്പോൾ നമ്മുടെ സർക്കിള് ഇവിടുന്ന് ഒരു സർക്കിൾ കട്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. നമ്മുടെ സർക്കിൾ എങ്ങനെയിരിക്കും എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. സർക്കിള് ആക്ച്വലി ഈ 55 സെൻറ്റിമീറ്റേഴ്സ് ആണ് അതിൻ്റെ ഡയമീറ്റർ എങ്കിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് അപ്പം 42 ആണ്. ഡയമീറ്റർ ഇസ് ഡെഫിനറ്റ്ലി 42. ഇതാണ് 42 ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ. ഇനി എനിക്ക് 55 വെച്ച് ഒരു സർക്കിൾ എടുക്കണമെങ്കിൽ അതെങ്ങനെയിരിക്കും നോക്കാം. 55 വെച്ച് എടുക്കണമെങ്കിൽ ഇങ്ങനെ വേണം ഇരിക്കാൻ. കണ്ടോ, 55 എന്ന് പറയുമ്പോൾ ഇത്രയും ലെങ്ത് വേണം. അപ്പോൾ ഇതിനെ ഞാൻ 55 ഇങ്ങോട്ടും ആക്കിയാൽ ഇത് ഈ റെക്റ്റാങ്കിളിൻ്റെ പുറത്തു പോകും. അപ്പം അതുകൊണ്ട് തന്നെ ഇത് പറ്റത്തില്ല. ഇങ്ങനെയാണ് സർക്കിൾ വരേണ്ടത്. ഓക്കെ, സോ നമുക്കൊരു റെക്റ്റാങ്കിൾ തന്നിട്ട് അതിനകത്ത് ലാർജസ്റ്റ് സർക്കിൾ വേണമെന്ന് പറഞ്ഞാൽ റെക്റ്റാങ്കിളിൻ്റെ ബ്രെഡ്ത്ത് ഉള്ളൊരു ചെറിയ ലെങ്ത്, അതായത് ബ്രെഡ്ത്ത് എത്രയാണോ അതായിരിക്കും ആ സർക്കിളിൻ്റെ റേഡിയസ്, ഡയമീറ്റർ. അപ്പം ഇത് 42 ആണെങ്കിൽ ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 42/2, ഇപ്പോൾ 21 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, so find the ratio between area of the circle cut. Area of the circle cut എന്ന് പറയുമ്പോൾ area of circle. Find the ratio between area of circle cut and area of remaining cardboard. റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഡിവൈഡ് ബൈ എടുത്തിരിക്കുന്നത്. കാർഡ്ബോർഡ്. Now area of the circle എന്ന് പറയുമ്പോൾ pi r square. Pi into r ഇപ്പോൾ 21 ആണ്. സോ 21 into 21 ഡിവൈഡ് ബൈ ഏരിയ ഓഫ് റിമൈനിങ് കാർഡ്ബോർഡ് എന്ന് പറയുമ്പം നമ്മൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയിൽ നിന്നും സർക്കിളിൻ്റെ ഏരിയ കുറയ്ക്കണം. സോ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ 55 into 42 ആണ്. അതിൽ നിന്ന് സർക്കിളിൻ്റെ ഏരിയ കുറയ്ക്കുക. സോ pi into 21 into 21 ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പൈ ഇട്ടാൽ നമുക്ക് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട്
ഇവിടെ രണ്ടും ഇവിടെയും 22/7 ഇടുവാണ്, ഇവിടെയും 22/7 ഇടുവാണ്. കട്ടായി പോകുന്നുണ്ട് ഈ 7ഉം 21ഉം ഒക്കെ. സോ ഏരിയ ഓഫ് ദ സർക്കിൾ എന്ന് പറയുമ്പം 1386 എന്നാണ് വരുന്നത്. ഡിവൈഡഡ് ബൈ 55 into 42 എന്ന് പറയുമ്പോൾ 2310 മൈനസ് 1386, which is equal to 1386 divided by 924. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3/2. റേഷ്യോ എഴുതാൻ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് 3:2 എന്ന് എഴുതണം. Ninth question. The following figure shows a square cardboard ABCD. ഇതാണ് ABCD of side 28 centimeters. അതിൽ നമുക്ക് 4 സർക്കിൾ ഇങ്ങനെ തന്നിട്ടുണ്ട്. 1 2 3 4. ഓക്കെ, ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. 4 ഐഡൻറ്റിക്കൽ സർക്കിൾസ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അതായത് എല്ലാത്തിൻ്റെയും റേഡിയസ് സെയിം ആയിരിക്കും. ഓക്കെ, of largest possible size are cut from this cardboard as shown below. Find the area of the remaining cardboard എന്നാണ് പറഞ്ഞത്. റിമൈനിങ് കാർഡ്ബോർഡ് എന്ന് പറഞ്ഞാൽ ഈ സർക്കിൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ ബാക്കിയുള്ളത്, അതായത് ഈ ഒരു ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം അതിനെന്ത് ചെയ്യണം? സ്ക്വയറിൻ്റെ ഏരിയയിൽ നിന്നും 4 സർക്കിളിൻ്റെ ഏരിയ അങ്ങ് മൈനസ് ചെയ്താൽ മതി. അപ്പം AB എന്ന് പറയുന്നത് 28 ആണെന്ന് പറഞ്ഞു. ഇത് മൊത്തമാണ് 28. 2 സർക്കിളിൻ്റെയും കൂടെ ഡയമീറ്റർ, അതായത് ഇതും 2R ആണ്, ഇതും 2R ആണ്. സോ 4R ആണ് 28. അതിൽ നിന്ന് R is equal to 28/4, 7 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. അപ്പോൾ ഏരിയ ഓഫ് 4 സർക്കിൾസ് എന്ന് പറയുന്നത് 4 times πr², പൈ ഇൻറ്റു 7 into 7. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 616 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നാണ് കിട്ടുന്നത്. അപ്പോൾ പിന്നെ ഏരിയ ഓഫ് റിമൈനിങ് കാർഡ്ബോർഡ്, അതായത് ഷെയ്ഡഡ് പോർഷൻ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ സ്ക്വയർ മൈനസ് ഏരിയ ഓഫ് 4 സർക്കിൾസ് ആണ്. സോ ഏരിയ ഓഫ് ദ സ്ക്വയർ എന്ന് പറയുമ്പോൾ 28 സ്ക്വയർ എ സ്ക്വയർ മൈനസ് ഏരിയ ഓഫ് ദ 4 സർക്കിൾസ് 616. 28 സ്ക്വയർ എന്ന് പറയുന്നത് 784 ആണ്, മൈനസ് 616, which is equal to 168 സെൻറ്റിമീറ്റർ സ്ക്വയർ. Tenth question. The radii of 2 circles for R1 are in the ratio. So R1 is to R2 equal to 3:8. Radii of 2 circles are in the ratio 3:8. If the difference between their areas, അതായത് A1 A2 എന്നാണ് 2 ഏരിയ, ഇവിടെ R1 is to R2 3:8 എന്നാണ്. അപ്പം 8ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള, അതായത് R2 വരുന്നത്, ദാറ്റ് മീൻസ് A2 ആണ് ഡെഫിനറ്റ്ലി ബിഗ്ഗർ. സോ ഡിഫറൻസ് ബിറ്റ്വീൻ ദർ ഏരിയാസ് എന്ന് പറയുമ്പോൾ A2 മൈനസ് A1 ഈസ് 2695 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നാണ് തന്നിരിക്കുന്നത്. ഫൈൻഡ് ദ ഏരിയ ഓഫ് സ്മോളർ സർക്കിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്മോളർ സർക്കിൾ എന്ന് പറയുമ്പോൾ A1 വിത്ത് റേഡിയസ് R1. സോ ഈ A2 മൈനസ് A1 എന്ന് പറയുന്നത്, A2 എന്ന് പറഞ്ഞാൽ പൈ R2 സ്ക്വയർ മൈനസ് പൈ R1 സ്ക്വയർ ആണ് ഈ 2695 പൈ. പൈ കോമൺ ആയിട്ട് എടുത്താൽ ഇൻറ്റു R2 സ്ക്വയർ മൈനസ് R1 സ്ക്വയർ ഈക്വൽ ടു 2695 പൈ. പൈ രണ്ടും കട്ട് ചെയ്ത് കളയാം. A സ്ക്വയർ മൈനസ് B സ്ക്വയർ ഫോമിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് R1ഉം R2ഉം ഉണ്ട്. സോ R1ഉം R2ഉം നമുക്ക് ഇങ്ങനെ റേഷ്യോ തന്ന സ്ഥിതിക്ക് R1നെ നമുക്ക് 3x എന്നും R2നെ നമുക്ക് 8x എന്നും എടുക്കാം.
ഇങ്ങനെയാണെങ്കിൽ R2 സ്ക്വയർ എന്ന് പറയുമ്പം 8x the whole square minus R1 square is equal to 3x the whole square. ഇതാണ് 2695. So 64x square minus 9x square equal to 2695. Now 55 uh, x square is equal to 2695. X square is equal to 2695 by 55, which is equal to 49. അപ്പോൾ പിന്നെ എക്സ് എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 49 വിച്ച് ഇസ് ഈക്വൽ ടു 7. യൂണിറ്റ് സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്, അപ്പോൾ ഇത് സെൻറ്റിമീറ്റർ. ഇത് കിട്ടി. ഇനി ചോദിച്ചേക്കുന്ന ഏരിയ ഓഫ് ദ സ്മോളർ സർക്കിൾ അല്ലേ, അപ്പം A1 ഇസ് ഈക്വൽ ടു പൈ ഇൻറ്റു R1 സ്ക്വയർ ആണ്. So that is equal to 22 by 7 into R1 എന്ന് പറഞ്ഞാൽ 3x ആണ്. So 3 into 7 the whole square. So area of the smaller circle എന്ന് പറയുന്നത് 22 by 7 into 7 to 3, 21 into 21. ഓക്കെ, അപ്പം വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് 1386 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന ആൻസർ കിട്ടും. Eleventh question. The diameters of 3 circles are in the ratio. Diameter ആണ് D1, D2, D3. Diameters of 3 circles are in the ratio 3:5:6. Sum of the circumference of these circles, so C1, C2, C3, is 308 centimeters. Find the difference between areas of the largest and the smallest. So ഇവിടെ നമുക്ക് റേഡിയസ് ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഡയമീറ്റർ എന്ന് പറയുന്ന D1 എന്ന് പറയുന്ന 3x, റേഡിയസ് ഈസ് 3x by 2. ഇവിടെ റേഡിയസ് എടുക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഡയമീറ്റർ മാത്രം ഒന്ന് എടുത്തു. ഓക്കെ, D2 അതെന്തിനാന്ന് ഇപ്പം മനസ്സിലാവും. D2 എന്ന് പറയുന്നത് 5x ആൻഡ് D3 എന്ന് പറയുന്നത് 6x. ഓക്കെ, സോ ഇവിടെ നമുക്ക് C1 + C2 + C3 അല്ലേ തന്നിരിക്കുന്നത്. C എന്ന് പറയുന്നത് സർക്കംഫറൻസ് ആണല്ലോ, അപ്പോൾ 2πr ആണ് സർക്കംഫറൻസ്. 2πr1 + 2πr2 + 2πr3 ആണ് ഈ 308. ഇവിടെ നോക്കിയാൽ 2r1 ആണ്. ഓക്കെ, പൈ കോമൺ എടുത്താൽ 2r1 + 2r2 + 2r3 is equal to 308 എന്നാണ് വരുന്നത്. സോ ഇവിടെ 2r1 എന്ന് പറയുന്നത് തന്നെയല്ലേ ഡയമീറ്റർ ഓഫ് ദ ഫസ്റ്റ് സർക്കിൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ r1 കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ D1 തന്നെയാണ് ഈ 2r1. അപ്പോൾ പൈ ഇൻറ്റു പൈക്ക് വരെ വേണമെങ്കിൽ നമുക്ക് 2r1 22 by 7 into 2r1 എന്ന് പറയുന്നത് ആണ് ഈ D1. അപ്പോൾ 3x plus 2r2 അതായത് 5x plus 2r3 എന്ന് പറയുന്നതാണ് 6x equal to 308. So 5 plus 3, 8 plus 6, 14x is equal to 308 into 7 by 22. So നമുക്ക് 14x ആണ് 308 into 7 by 22. അതിൽ നമുക്ക് x is equal to ഈ 49 കൂടെ ഡിനോമിനേറ്ററിൽ കൊണ്ടുവന്നാൽ മതിയല്ലോ.
7 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, 308 ഇൻറ്റു 7 ഡിവൈഡഡ് ബൈ 22 ഡിവൈഡ് ബൈ 14, 7 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് എക്സ് കിട്ടുന്നത്. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഏരിയാസ് ഓഫ് ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് സർക്കിൾസ് എന്നാണ്. ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് സർക്കിൾ എന്ന് പറയുമ്പം ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് റേഡിയസ് ഉള്ളതാണ്. സോ ലാർജസ്റ്റ് റേഡിയസ് എന്ന് പറയുമ്പോൾ D3 ആണ് ഇവിടെ. അപ്പോൾ D3 6 ഇൻറ്റു 7 42. അപ്പോൾ പിന്നെ R3 എന്ന് പറയുന്നത് 42/2 21 സെൻറ്റിമീറ്റേഴ്സ്. ഇതാണ് ബിഗസ്റ്റ് അല്ലെങ്കിൽ ലാർജസ്റ്റ്. സ്മോൾസ്റ്റ് എന്ന് പറയുമ്പോൾ 3x ആണ്. 3x എന്ന് പറയുമ്പോൾ നമുക്ക് 3 ഇൻറ്റു 7 ആണ് റേഡിയസ്, ഡയമീറ്റർ. 3 ഇൻറ്റു 7 21. അപ്പോൾ പിന്നെ ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 21/2 ആണ്. അങ്ങനെ കിടന്നോട്ടെ, നമുക്ക് ഡെസിമൽ ആക്കണ്ട. അപ്പം ഡിഫറൻസ് ഇൻ ദ ഏരിയ എന്ന് പറയുമ്പം A3 മൈനസ് A1 ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ പൈ ഇൻറ്റു R3 സ്ക്വയർ മൈനസ് പൈ ഇൻറ്റു R1 സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. പൈ 22/7 ആണ്. ഇൻറ്റു R3 എന്ന് പറഞ്ഞാൽ 21 സ്ക്വയർ മൈനസ് 21/2 ദ ഹോൾ സ്ക്വയർ. സോ ഇവിടെ നമുക്ക് LCM ഒക്കെ എടുക്കാം. 22/7 ഇൻറ്റു 21 സ്ക്വയർ എന്ന് പറയുമ്പം 441 മൈനസ് 441/4. ഇനി LCM ഒക്കെ എടുക്കണം. 441 ഇൻറ്റു 4 ചെയ്യണം, 1764 എന്ന് വരും. മൈനസ് 441 1323/4 എന്ന് വരും. ഇൻറ്റു 22/7. സോ നമുക്ക് ആൻസർ ഇത്രയൊക്കെ ചെയ്ത് വരുമ്പോൾ 1039.5 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നാണ് നമ്മുടെ ഡിഫറൻസ് ഇൻ ഏരിയ കിട്ടാൻ പോകുന്നത്. Question number 12. Find the area of a ring-shaped region. റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോണറ്റ് ഒക്കെ പോലെ, അല്ലെങ്കിൽ നമ്മുടെ ഈ കിണറൊക്കെ ഉണ്ടല്ലോ, അതിനകത്ത് റിങ് ഇറക്കുന്നെന്ന് പറയത്തില്ലേ, അതുപോലെ റിംഗ് ആണ്. Find the area of a ring-shaped region enclosed between two concentric circles. അപ്പോൾ ഇതാണ് ഈ റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. 2 കോൺസെൻട്രിക് സർക്കിൾസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. വാട്ട് ആർ കോൺസെൻട്രിക് സർക്കിൾസ്? കോൺസെൻട്രിക് സർക്കിൾ എന്ന് വെച്ചാൽ സെയിം സെൻറ്റർ പക്ഷേ ഡിഫറെൻറ്റ് റേഡിയസ് ആയിരിക്കും അതിന്. ഇതൊരു റേഡിയസ്, ഇതടുത്ത റേഡിയസ്, ഇതിലും വലിയ റേഡിയസ്, അങ്ങനെ പോകും. പക്ഷേ സെൻറ്റർ സെയിം ആണ്. ഓക്കെ, അപ്പം ഇത് നമുക്ക് R1 എന്ന് എടുക്കാം, ഇത് R2 എന്നും എടുക്കാം. അപ്പോൾ ഈ റിങ്ങിൻ്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ഔട്ടർ സർക്കിൾ മൈനസ് ഇന്നർ സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. സോ ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് 20 സെൻറ്റിമീറ്ററും 15 സെൻറ്റിമീറ്ററും ആണ് റേഡിയസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ചെറുതാണല്ലോ ഏതായാലും ഉള്ളിലുള്ളത്. അപ്പോൾ R1 എന്ന് പറയുന്നത് 15 സെൻറ്റിമീറ്റേഴ്സ്, R2 എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റേഴ്സ്. സോ ഏരിയ ഓഫ് റിംഗ് എന്ന് പറയുന്നത് ഔട്ടർ സർക്കിളിൻ്റെ ഏരിയ, അതായത് പൈ ഇൻറ്റു R1 സ്ക്വയർ, അത് ഇന്നറാണ്. ഔട്ടർ എന്ന് പറയുമ്പോൾ R2 ആണ്. R2 സ്ക്വയർ മൈനസ് പൈ ഇൻറ്റു R1 സ്ക്വയർ. പൈ കോമൺ ആയിട്ട് എടുക്കാം, 22/7 ഇൻറ്റു R2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 20 സ്ക്വയർ മൈനസ് 15 സ്ക്വയർ. 22/7 ഇൻറ്റു 400 മൈനസ് 225. 22/7 ഇൻറ്റു 175 which is equal to 550 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. Thirteenth question. The circumference of a given circular park is 55 meters. ഇങ്ങനെ ഒരു പാർക്ക് തന്നിരിക്കുകയാണ്. ഇന്നർ റേഡിയസ് സ്മോൾ ആറും ഔട്ടർ റേഡിയസ് ബിഗ് ആറും എന്നാണ് തന്നിരിക്കുന്നത്. ഇനി ഈ ഒരു റിങ് പോലത്തെ അതിൻ്റെ ഒരു വിഡ്ത്ത് എന്ന് പറയുന്നത്
ബിഗ് ആർ മൈനസ് സ്മോൾ ആർ ആയിരിക്കും. അത് 3.5 മീറ്റർ എന്നും തന്നിട്ടുണ്ട്. The circumference of a given circular park is 55 meters. അപ്പോൾ ഇവിടെ അവർ ഉദ്ദേശിക്കുന്നത് ഇതാണ് പാർക്ക്. ഓക്കെ, പാർക്ക് ആയതുകൊണ്ട് ഞാൻ ഗ്രീൻ കളർ ഇട്ടെന്നേ ഉള്ളൂ. So it is surrounded by a path of uniform width 3.5 meters. അപ്പോൾ R മൈനസ് R ആണ് ഈ 3.5 meters. Find the area of the path. Area of the path എന്ന് പറയുമ്പോൾ നമുക്ക് ഈ നേരത്തെ പോലെ തന്നെ ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഏരിയ ഓഫ് പാത്ത് ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് ഔട്ടർ സർക്കിൾ, അതായത് പൈ ആർ സ്ക്വയർ മൈനസ് ഏരിയ ഓഫ് ഇന്നർ സർക്കിൾ പൈ സ്മോൾ ആർ സ്ക്വയർ. നമുക്ക് പക്ഷേ പൈ കോമൺ എടുക്കുകയാണെങ്കിൽ ആർ സ്ക്വയർ മൈനസ് സ്മോൾ ആർ സ്ക്വയർ എന്ന് മാത്രമേ ഉള്ളൂ. സർക്കംഫറൻസ് ഓഫ് എ ഗിവൻ സർക്കുലർ പാർക്ക് തന്നിട്ടുണ്ട്. അപ്പം അത് ഗ്രീൻ ആണെന്ന് പറഞ്ഞു. അപ്പം അത് 2π സ്മോൾ ആർ ആണ് 55. അതിൽ നിന്ന് നമ്മൾ ആർ കണ്ടുപിടിക്കണം. 2 × 22/7 × R ആണ് ഈ 55. So R is equal to 55 × 7 divided by 2 × 22. അപ്പോൾ അതിൽ നമ്മൾ റേഡിയസ് കണ്ടുപിടിച്ചെടുക്കണം. സോ റേഡിയസ് ഓഫ് ദ പാർക്ക് എന്ന് പറയുന്നത് 8.75 മീറ്റർ എന്നാണ് കിട്ടുന്നത്. ഇനി ഇവിടെ നമുക്ക് ഏരിയ ഓഫ് ദ പാർക്ക് 22/7 ഇൻറ്റു, ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ബിഗ് ആർ കണ്ടുപിടിക്കാമല്ലോ. ബിഗ് ആർ എന്ന് പറയുന്നത് ആക്ച്വലി സ്മോൾ ആറിൻ്റെ കൂട്ടത്തിൽ ഈ റിങ്ങിൻ്റെ വിട്ടും കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പം 8.75 കൂട്ടത്തിൽ 3.5 കൂടെ ആഡ് ചെയ്താൽ മതി. 12.25 മീറ്റേഴ്സ് ആണ്. സോ ആർ സ്ക്വയർ മൈനസ് ആർ ഒന്നെങ്കിൽ a+b × a-b എന്ന് എഴുതാം, അല്ലെങ്കിൽ ഡയറക്ട്ലി 12.25 സ്ക്വയർ മൈനസ് 8.75 സ്ക്വയർ. അത് കണ്ടുപിടിക്കാൻ കുറച്ച് പാടാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് 12.25 സ്ക്വയർ മൈനസ് 8.75 സ്ക്വയർ, ഇങ്ങനെ സ്ക്വയർ ചെയ്യാൻ കണ്ടുപിടിക്കാൻ പാടാണ്. അതുകൊണ്ട് 22/7 × a+b × a-b. So 12.25 plus 8.75 into 12.25 minus 8.75. സോ ഇതിൽ നിന്ന് ചെയ്തു വരുമ്പം നമുക്ക് ആൻസർ കിട്ടുന്നത് 231 മീറ്റർ സ്ക്വയറിന് കിട്ടും. Fourteenth question. There are two circular gardens A and B. ഇത് A ആയിക്കോട്ടെ, ഇത് B ആയിക്കോട്ടെ. The circumference of garden A is 1.760 kilometers and the area of garden B is equal to 25 times the area of garden A. ഏരിയ ഓഫ് ഗാർഡൻ എ നമുക്കറിയത്തില്ല. ഓക്കെ, ഫൈൻഡ് ദ സർക്കംഫറൻസ് ഓഫ് ഗാർഡൻ ബി. ഇത് വെച്ചിട്ട് ഏരിയ ഓഫ് ഗാർഡൻ എ ആദ്യം കണ്ടുപിടിക്കാം. അതിനും മുന്നേ സർക്കംഫറൻസ് ഓഫ് ഗാർഡൻ എ എന്ന് പറഞ്ഞാൽ 2πr ആണ്. സോ 2 × π × r. നമുക്ക് ഇത് R1 എന്നിടാം, ഇത് R2 എന്നിടാം. R1 is equal to 1.76. 2 × 22/7 × R1 ആണ് 1.76 കിലോമീറ്റേഴ്സ്. ഓക്കെ, അപ്പം അതിൽ നിന്ന് R1 is equal to 1.76 × 7 divided by 2 × 22. ഇത് കിലോമീറ്ററിലായതുകൊണ്ടാണ് നമുക്ക് ഈ പോയിന്റ് നിൽക്കുന്നത്. അപ്പം വേണമെങ്കിൽ നമുക്ക് ഈ ഡെസിമൽ മാറ്റാൻ വേണമെങ്കിൽ മീറ്ററിലോട്ട് അങ്ങ് കൺവേർട്ട് ചെയ്യാം. അപ്പം
ഇത് കിലോമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താണ്? ഇൻറ്റു 1000. ഇത്രയും മീറ്റർ. സോ 1760 ഇൻറ്റു 7 ബൈ 2 ഇൻറ്റു 22 നാവും 280 മീറ്റർ എന്ന് കിട്ടും. അതാണ് R1. ഇനി നമുക്ക് ഇവിടെ കൊടുത്തേക്കുന്നത് ഏരിയ ഓഫ് ദ ഗാർഡൻ B ഇസ് ഈക്വൽ ടു 25 ടൈംസ് ഏരിയ ഓഫ് ഗാർഡൻ A. ഏരിയ ഓഫ് ഗാർഡൻ A എന്ന് വെച്ചാൽ പൈ ഇൻറ്റു R1 സ്ക്വയർ ആണ്. സോ 25 ടൈംസ് 22/7 ഇൻറ്റു 280 സ്ക്വയർ. So 25 into 22/7 into 280 square. So 616,000 meter square എന്നാണ് കിട്ടുന്നത്. ഇതാണ് ഏരിയ ഓഫ് ഗാർഡൻ ബി. ഇനി സർക്കംഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് മുന്നേ സർക്കംഫറൻസ് കണ്ടുപിടിക്കേണ്ടത് നമ്മൾ റേഡിയസ് വേണം. ഏരിയ ഓഫ് ഗാർഡൻ ബി ഈസ് പൈ ഇൻറ്റു ആർ സ്ക്വയർ. ഓക്കെ, സോ പൈ ഇൻറ്റു R2 സ്ക്വയർ ആണ് ഏരിയ ഓഫ് ഗാർഡൻ ബി. അതാണ് ഈ 616,000. സോ 22/7 ഇൻറ്റു R2 സ്ക്വയർ ആണ് 616,000. അതിൽ നിന്ന് R2 സ്ക്വയർ ഈസ് ഈക്വൽ ടു 616,000 ഇൻറ്റു 7/22. ഇത് ചെയ്തു വരുമ്പോൾ നമുക്ക് 196,000 എന്നാണ് കിട്ടുന്നത്. സോ R2 ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 196,000, അതായത് 1400 മീറ്റേഴ്സ്, 1400 മീറ്റേഴ്സ് ആണ് നമുക്ക് റേഡിയസ് ഓഫ് ഗാർഡൻ 2. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് സർക്കംഫറൻസ് ഓഫ് ഗാർഡൻ ബി ആണ്. അപ്പോൾ CB എന്ന് പറയുന്നത് 2πr ആണ്. 2π ഇൻറ്റു ആർ എന്ന് പറഞ്ഞാൽ ഇവിടെ R2 ആണ്. സോ 2 ഇൻറ്റു 22/7 ഇൻറ്റു R2 ഇവിടെ 1400. സോ ഇതിൽ നമുക്ക് 8800 മീറ്റർ എന്നാണ് കിട്ടുന്നത്. നമുക്ക് വേണമെങ്കിൽ കിലോമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഡിവൈഡ് ബൈ 1000 ചെയ്താൽ മതി. അപ്പം 8.8 കിലോമീറ്റർ എന്ന് കിട്ടും. Question number 15. A wheel has a diameter 84 centimeters. ആദ്യമേ radius, diameter by 2, 84/2, 42 centimeters. Find how many complete revolutions must it make to cover a distance of 3.168 kilometers. അപ്പോൾ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 1 revolutionൽ എത്ര ഡിസ്റ്റൻസ് ഈ വീല് കവർ ചെയ്യുമെന്ന് നോക്കണം. 1 റെവല്യൂഷൻ എന്ന് വെച്ചാൽ ഒരു ഫുൾ സർക്കംഫറൻസ് കറങ്ങിപ്പോയി എന്നാണ് അർത്ഥം. അതായത് ഒരു റെവല്യൂഷനിൽ സർക്കംഫറൻസിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് അത് കവർ ചെയ്യും. സോ 2 ഇൻറ്റു പൈ ഇൻറ്റു ആർ, ഇതാണ് ഡിസ്റ്റൻസ് കവേർഡ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 264 സെൻറ്റിമീറ്റേഴ്സ്. ഇത്രയും കവർ ചെയ്യും. 1 റെവല്യൂഷനിൽ 264 സെൻറ്റിമീറ്റേഴ്സ് കവർ ചെയ്യും. അപ്പം നമുക്കത് റേഷ്യോയുടെ ഇതിലെഴുതാം. ഒരു റെവല്യൂഷനിൽ 264 സെൻറ്റിമീറ്റേഴ്സ് കവർ ചെയ്യും. അങ്ങനെയാണെങ്കിൽ എത്ര റെവല്യൂഷൻ കൊണ്ടായിരിക്കും 3.168 കിലോമീറ്റേഴ്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത് കവർ ചെയ്യുന്നത്. ഓക്കെ, ഇത് സെൻറ്റിമീറ്റർ, 264 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് മറ്റേനെ നമ്മൾ സെൻറ്റിമീറ്റർ ആക്കണം. അപ്പോൾ ഇതിനെ കിലോമീറ്ററിനെ മീറ്റർ ആക്കണം. എന്ത് ചെയ്യും? 3.168 കിലോമീറ്ററിനെ മീറ്റർ ആക്കണം ഇൻറ്റു 1000 ആണ് ചെയ്യുന്നത്. പിന്നെ ആ മീറ്ററിനെ ഇനി സെൻറ്റിമീറ്ററും കൂടെ ആക്കണമെങ്കിലോ ഒരു ഇൻറ്റു 100 കൂടെ ചെയ്യും. അപ്പം നമ്മൾ ഇൻറ്റു 10⁵ ആണ് ചെയ്യേണ്ടത്. സോ ഇതിൽ നിന്ന് പ്രോഡക്റ്റ് ഓഫ് എക്സ്ട്രീംസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് മീൻസ്. സോ എക്സ് ഈസ് ഈക്വൽ ടു 3. ഞാൻ റേസ് ടു 5നെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ
1,316,800 divided by 264. ചെയ്യുമ്പോൾ നമുക്ക് 1200 revolutions എന്ന ആൻസർ കിട്ടും. Each wheel of a car is of diameter 80 centimeters. So radius 80 by 2, 40 centimeters. How many complete revolutions does each wheel make in 10 minutes? Time തന്നിട്ടുണ്ട് 10 minutes. And the car is traveling at a speed of 66 kilometer per hour. സോ നമുക്ക് റേഡിയസ് അറിയാം. അപ്പം 1 റെവല്യൂഷനിൽ ആദ്യം എത്ര കവർ ചെയ്യുമെന്ന് നോക്കാം. അതായത് സർക്കംഫറൻസ് ആണ്. സോ 2 ഇൻറ്റു 22/7 ഇൻറ്റു R, അതായത് 40. ഓക്കെ, ഇതാണ് കിട്ടാൻ പോകുന്നത്. സോ 1760/7 സെൻറ്റിമീറ്റേഴ്സ് ആണ് ഇത് ഒരു റെവല്യൂഷനിൽ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ്. അവർ ചോദിച്ചിരിക്കുന്നത് സ്പീഡ് 66 കിലോമീറ്റർ പെർ അവർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇൻ 1 അവർ അല്ലെങ്കിൽ 60 മിനിറ്റ്സിൽ ഇറ്റ് ട്രാവൽസ് 66 കിലോമീറ്റേഴ്സ്. നമുക്ക് ടൈം 10 മിനിറ്റ്സിൽ എത്ര റെവല്യൂഷൻ, ഹൗ മെനി കംപ്ലീറ്റ് റെവല്യൂഷൻസ് ഡസ് ഈച്ച് വീൽ മേക്ക് ഇൻ 10 മിനിറ്റ്സ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1 അവർ, ദാറ്റ് മീൻസ് 60 മിനിറ്റ്സിൽ 66 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്യും. അങ്ങനെയാണെങ്കിൽ 10 മിനിറ്റ്സിൽ എത്ര ട്രാവൽ ചെയ്യും? സോ എക്സ് വിൽ ബി 66 ഇൻറ്റു 10/60. ഓക്കെ, സോ 11 കിലോമീറ്റേഴ്സ്. 10 മിനിറ്റ്സിൽ 11 കിലോമീറ്റേഴ്സ് ആണ് പോകുന്നത്. 10 മിനിറ്റ്സിൽ ഹൗ മെനി കംപ്ലീറ്റ് റെവല്യൂഷൻസ് എന്നും കൂടെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് കിലോമീറ്റർ ആണ്, നമുക്കിവിടെ സെൻറ്റിമീറ്ററിലാണ്. അതുകൊണ്ട് കിലോമീറ്റർ, ഇവിടെ നമുക്ക് സെൻറ്റിമീറ്ററിലല്ലേ, സോ അതുകൊണ്ട് നമുക്കിതിനെയും കൂടെ സെൻറ്റിമീറ്ററിലോട്ടാക്കാം. സോ കിലോമീറ്ററിനെ മീറ്റർ ആക്കാൻ ഇൻറ്റു 1000, അത് കഴിഞ്ഞിട്ട് സെൻറ്റിമീറ്ററും കൂടെ ആക്കണമെങ്കിൽ ഇൻറ്റു 100 കൂടെ, മീറ്റർ ടു സെൻറ്റിമീറ്ററും കൂടെ. സോ 11 ഇൻറ്റു 10⁵ സെൻറ്റിമീറ്റർ എന്നാണ് വരുന്നത്. സോ നമുക്ക് ഇനിയിപ്പോൾ പറയാം 1 റെവല്യൂഷൻ എന്ന് പറയുമ്പം ഇറ്റ് ട്രാവൽഡ് 1760/7 സെൻറ്റിമീറ്റേഴ്സ്. അങ്ങനെയാണെങ്കിൽ എത്ര റെവല്യൂഷൻസ് കൊണ്ട് ഇറ്റ് ട്രാവൽസ് 11 ഇൻറ്റു 10⁵ സെൻറ്റിമീറ്റേഴ്സ്. അപ്പം പ്രോഡക്റ്റ് ഓഫ് മീൻസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് എക്സ്ട്രീംസ്. സോ എക്സ് ഇസ് ഈക്വൽ ടു 1 ഇൻറ്റു 11 ഇൻറ്റു 10⁵ divided by 1760/7, or 7 into 11 into 10⁵ divided by 1760. So 4375 revolutions. Seventeenth question. An express train is running between 2 stations with a uniform speed. If the diameter of each wheel of the train is 42 centimeters and each wheel makes 1200 revolutions per minute, that is in 1 minute, find the speed of the train. D തന്നിരിക്കുന്നുണ്ട്. റേഡിയസ് കണ്ടുപിടിക്കാമല്ലോ, 42/2,
21 centimeters. അപ്പോൾ സർക്കംഫറൻസ് കണ്ടുപിടിക്കുക. 2πr 2 × 22/7 × 21. സർക്കംഫറൻസ് എന്ന് പറയുന്നത് അപ്പം നമുക്ക് 132 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, സോ ഇതാണ് 132 സെൻറ്റിമീറ്റേഴ്സ് ആണ് ഇൻ 1 റെവല്യൂഷൻ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ 1200 റെവല്യൂഷൻസിൽ എത്ര വരുമെന്ന് നോക്കണം. ഓക്കെ, 1 റെവല്യൂഷന് 132 സെൻറ്റിമീറ്റേഴ്സ് ആണെങ്കിൽ 1200 റെവല്യൂഷൻസിന് എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യും? സോ x is equal to 132 into 1200/1. That is 158400 centimeters. അപ്പോൾ 1200 റെവല്യൂഷൻസ് കൊണ്ട് ഇത്രയും ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യുന്നത്. നമുക്ക് സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം ടേക്കൺ എന്നാണ്. ഡിസ്റ്റൻസ് ട്രാവൽഡ് ആണ് ഈ 158400 സെൻറ്റിമീറ്റേഴ്സ് ഡിവൈഡ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ 1 മിനിറ്റ് ആണ് തന്നിരിക്കുന്നത്. അപ്പം 1 മിനിറ്റ് എന്ന് പറയുമ്പം 60 സെക്കൻഡ്സ്. ഓക്കെ, നമുക്ക് സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് എന്നാണ് അപ്പോൾ ഇവിടെ കിട്ടുന്നത്. നമ്മളോട് ചോദിച്ചേക്കുന്നത് സ്പീഡല്ലേ, സോ അതാണ് നമ്മളപ്പം മീറ്റർ പെർ സെക്കൻഡോ അല്ലെങ്കിൽ കിലോമീറ്റർ പെർ അവറോ അങ്ങനെ കണ്ടുപിടിക്കും. അപ്പം നമുക്ക് ഈ സെൻറ്റിമീറ്ററിനെ കിലോമീറ്റർ ആക്കാം. സെൻറ്റിമീറ്ററിനെ കിലോമീറ്റർ ആക്കണമെങ്കിൽ 158,400 divided by 10 to the power 5 all divided by സെക്കൻഡിനെ അവർ ആക്കണം, അല്ലെങ്കിൽ 1 മിനിറ്റിനെ സെക്കൻഡിനെ അവർ ആക്കണമെങ്കിൽ 60 സെക്കൻഡ്സ്. ആക്ച്വലി ഇത് 1 മിനിറ്റ് എന്നായിരുന്നു നമുക്ക് ഓൾറെഡി തന്നേക്കുന്നത്. മിനിറ്റിനെ അവർ ആക്കണമെങ്കിൽ 1/60. That is equal to 158,400 divided by 1, 2, 3, 4, 5, 10 raised to 5 into 60/1 എന്നാണ് വരുന്നത്, which is equal to 95.04. ഇപ്പോൾ കിലോമീറ്റർ, ഇതിപ്പോൾ കിലോമീറ്റർ ആണ്, ഇത് അവറുമാണ്. സോ ആൻസർ കിട്ടുന്നത് ഇത് ഡിവൈഡഡ് ബൈ അല്ലേ, അപ്പം കിലോമീറ്റർ പെർ അവർ, അതും ഡിവൈഡഡ് ബൈ തന്നെയാണ്. കിലോമീറ്റർ പെർ അവറിൽ ആൻസർ കിട്ടും. The minute hand of a clock is 8 centimeter long. Find the area swept by the minute hand between 8:30 AM. 8:30 എന്ന് പറയുന്ന മിനിറ്റ് ഹാൻഡ് ഇവിടെയാണ്, 8:30 AM ആൻഡ് 9:05. 9:05 എന്ന് പറയുമ്പോൾ ഇവിടെ 1-ൻ്റെ അവിടെയാണ്, ഇത് 6-ൻ്റെ അവിടെയാണ്. സോ മിനിറ്റ് ഹാൻഡിലെ ലെങ്ത് 8 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സർക്കിളിൻ്റെ റേഡിയസ് 8 ആണ്. ഏരിയ സ്വെപ്റ്റ് ബൈ ദ മിനിറ്റ് ഹാൻഡ് ബിറ്റ്വീൻ 8:30 ആൻഡ് 9:05 ആണ്. അതായത് ഈ ഏരിയ ആണ് നമുക്ക് വേണ്ടത്. ഫുൾ സർക്കിള് ഇതിൻ്റെ ഏരിയ എത്രയാണെന്ന് ആദ്യം കണ്ടുപിടിക്കാം. ഏരിയ ഓഫ് സർക്കിൾ πr² ആണല്ലോ, 22/7 × 8 × 8. ഓക്കെ, സോ 1408/7 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ ഓഫ് എ സർക്കിൾ. ഓക്കെ, ഇനി ഈ 8:30-യുടെയും 9:05-ൻ്റെ ഇടയ്ക്ക് എത്ര മിനിറ്റ്സ് ഉണ്ടെന്ന് നോക്കാം. സോ ഇറ്റ് വുഡ് ബി 35 മിനിറ്റ്സ്. ഓക്കെ, സോ ഒരു ഫുൾ സർക്കിൾ എന്ന് പറഞ്ഞാൽ
1 hour ആണത്. ഈ മിനിറ്റ് ഹാൻഡ് പോകുമ്പോൾ 1 hour അല്ലെങ്കിൽ 60 minutes ആണത് കവർ ചെയ്യുന്നത്. സോ 60 minutes കൊണ്ടാണ് 1408/7 കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ റേഷ്യോയിൽ എഴുതുവാണെങ്കിൽ 60 minutes കൊണ്ട് ഇത്രയും സെൻറ്റിമീറ്റർ സ്ക്വയർ കവർ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 35 minutesൽ എത്ര ഏരിയ ഇൻ സെൻറ്റിമീറ്റർ സ്ക്വയർ കവർ ചെയ്യുന്നു. സോ ഇറ്റ് വുഡ് ബി യൂണിറ്റ് ഒക്കെ സെയിം ആയിരിക്കണം. ഓക്കെ, റേഷ്യോയിൽ. സോ x is equal to 1408/7 into 35 divided by 60. സോ എനിക്ക് കിട്ടുന്നത് 117 and 1/3 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നാണ്. The shaded portion of the figure given below. ഇവിടെ ഷെയ്ഡഡ് പോർഷൻ തന്നിരിക്കുന്നത് ഇതാണ്. എന്നിട്ട് പിന്നെ തന്നിരിക്കുന്നത് given below shows 2 concentric circles. Okay, and the circumference of the 2 circles, let it be 396 centimeters and 374 centimeters. അപ്പോൾ ഡെഫിനറ്റ്ലി ഉള്ളിലുള്ളതാണ് ചെറിയ സർക്കംഫറൻസ്. സോ ദിസ് ഇസ് R1 ആൻഡ് വലിയത് പുറത്തോട്ടുള്ളതാണ് വലിയ സർക്കംഫറൻസ്. സോ ലെറ്റ് ബി R2. C1 എന്ന് പറഞ്ഞാൽ അപ്പം 2πR1, 2 ഇൻറ്റു 22/7 ഇൻറ്റു R1 ആണ് 396. അതുപോലെ 2 ഇൻറ്റു 22/7 ഇൻറ്റു R2 ആണ് 374 സെൻറ്റിമീറ്റേഴ്സ്. ഇതിൽ നിന്ന് R1 is equal to 396 ഇൻറ്റു 7 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 22. സോ നമുക്ക് 59.5 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇവിടെയാണെങ്കിൽ R2 is equal to 374 ഇൻറ്റു 7 ബൈ 2 ഇൻറ്റു 22. സോ അതിൽ നിന്ന് നമുക്ക് 63 സെൻറ്റിമീറ്റർ എന്നാണ് രണ്ട് റേഡിയസ് കിട്ടുന്നത്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് പോർഷൻ. ഏരിയ ഓഫ് ഷെയ്ഡഡ് പോർഷൻ എന്ന് പറയുമ്പം ഈ ഒരു പോർഷനാണ് അല്ലേ, ഈ ഒരു ഡോണറ്റ് ഷേപ്ഡ്. അപ്പം ആ ഏരിയ ഓഫ് ഷെയ്ഡഡ് പോർഷൻ is equal to area of the outer circle, അതായത് πR1 square മൈനസ് ഏരിയ ഓഫ് ദ ഇന്നർ സർക്കിൾ, അതായത് πR outer എന്ന് പറയുമ്പോൾ R2, πR2 square മൈനസ് πR1 square. പൈ കോമൺ എടുക്കുകയാണെങ്കിൽ 22/7 ഇൻറ്റു R2 square മൈനസ് R1 square, 63 square മൈനസ് 59.5 square. ഇതും a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി ആണ്. സോ 63 പ്ലസ് 59.5 ഇൻറ്റു 63 മൈനസ് 59.5. ഇത് ചെയ്ത് വരുമ്പോൾ നമുക്ക് 22/7 ഇൻറ്റു 428.75 എന്നാണ് വരുന്നത്, which is 1347.5 centimeter square. ക്വസ്റ്റ്യൻ നമ്പർ 20ൽ സെയിം നേരത്തെ കാണിച്ച ഫിഗർ തന്നെയാണ് വേണ്ടത്. എന്നിട്ട് അവർ പറഞ്ഞേക്കുവാണ് ഇതിനകത്തെ ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ ഇൻ ദ ഫിഗർ ഗിവൺ എബവ് ഫോർ ദ ക്വസ്റ്റ്യൻ 19. അതായത് ഈ സെയിം തിങ് നമ്മളതിനകത്ത് R1 എന്നും R2 എന്നൊക്കെ എടുത്തായിരുന്നല്ലോ. ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് പോർഷൻ ഈസ് 770. Area of shaded portion is equal to 770 centimeter square.
If the circumference of the outer circle, അതായത് 2πr2 എന്ന് പറയുന്ന 132 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അത് നമുക്ക് R2 കണ്ടുപിടിക്കാമല്ലോ. 2 × 22/7 × R2 ആണ് 132. അതിൽ നിന്ന് R2 ഈസ് ഈക്വൽ ടു 132 × 7/2 × 22. സോ നമുക്ക് R2 21 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ഫൈൻഡ് ദ വിഡ്ത്ത് ഓഫ് ഷെയ്ഡഡ് പോർഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിഡ്ത്ത് ഓഫ് ദ ഷെയ്ഡഡ് പോർഷൻ എന്ന് പറഞ്ഞാൽ R2 മൈനസ് R1 ആണ്. അതായത് മൊത്തം ഇത്രയാണ് R2, ഇത്രയാണ് R1. ഇതിന് രണ്ടിനെയും കൂടെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു പോർഷൻ്റെ വിഡ്ത്ത് കിട്ടും. കണ്ടോ? അപ്പോൾ അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ R2 അറിയാം, R1 നമുക്കറിയത്തില്ല. ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് പോർഷൻ തന്നിട്ടുണ്ടല്ലോ. ഏരിയ ഓഫ് ദ ഷെയ്ഡ് പോർഷൻ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദ ഔട്ടർ സർക്കിൾ, ദാറ്റ് മീൻസ് πr2 സ്ക്വയർ മൈനസ് πr1 സ്ക്വയർ ആണ്. സോ 22/7 ഇൻറ്റു R1 സ്ക്വയർ, R2 സ്ക്വയർ മൈനസ് R1 സ്ക്വയർ ആണ് ഈ 770 എന്ന് പറയുന്നത്. സോ 770 ഈസ് ഈക്വൽ ടു 22/7 ഇൻറ്റു R2 21 ആണ്. സോ 21 സ്ക്വയർ മൈനസ് R1 സ്ക്വയർ. ഇതിൽ നിന്ന് 770 ഇൻറ്റു 7/22 ആണ് 441 മൈനസ് R1 സ്ക്വയർ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 245 എന്നാണ് കിട്ടുന്നത്. സോ 245 മൈനസ് 441 is equal to minus R1 square. അല്ലെങ്കിൽ ഞാൻ തിരിച്ചെഴുതാം. R1 സ്ക്വയറിനെ പോസിറ്റീവ് ആക്കാം. സോ R1 സ്ക്വയർ ഇസ് ഈക്വൽ ടു 441 മൈനസ് 245 which is equal to 196. So R1 is equal to square root of 196, 14 centimeters. അപ്പോൾ പിന്നെ width is equal to R2 minus R1, 21 minus 40 which is equal to 7 centimeters. The cost of fencing a circular field, fencing എന്ന് പറയുമ്പോൾ തന്നെ പെരിമീറ്ററിലാണ് ഫെൻസ് ചെയ്യുന്നത്, at the rate of ₹240 per meter. For 1 meter ആണ് 240 rupees. അങ്ങനെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നതാണ്, ഫെൻസ് ചെയ്യാനുള്ള ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി എത്രയാണോ, ഇത് 1 മീറ്ററാണ് 240. അപ്പം ടോട്ടൽ ഫെൻസ് ചെയ്യാനായിട്ടുള്ള സർക്കിൾ എന്ന് പറയുമ്പോൾ പെരിമീറ്റർ ഓഫ് ദ സർക്കിൾ ഇൻറ്റു 240. അപ്പോഴാണ് ടോട്ടൽ കോസ്റ്റ് നമുക്ക് 52,800 എന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പെരിമീറ്റർ, അല്ലെങ്കിൽ നമ്മൾ സർക്കിളിന് പെരിമീറ്റർ എന്ന് പറയത്തില്ലല്ലോ, സർക്കിളിന് സർക്കംഫറൻസ് എന്നേ പറയത്തുള്ളൂ. സോ ഈ ഫീൽഡിൻ്റെ റേഡിയസ് R ആയിക്കോട്ടെ, 2 × 22/7 ഇൻറ്റു R ഇൻറ്റു 240 ആണ് ഈ 52800. അതിൽ നിന്ന് R ഈസ് ഈക്വൽ ടു 52800 ഇൻറ്റു 7 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 22 ഇൻറ്റു 240, 35 മീറ്റർ എന്ന് വരും. സോ ദ ഫീൽഡ് ഈസ് ടു ബി പ്ലോഡ് അറ്റ് ദ റേറ്റ് ഓഫ് 12.50 per meter square. പ്ലോഡ് എന്ന് പറയുമ്പം ഏരിയ ആണ് നമുക്ക് വേണ്ടത്. ഏരിയ ഈസ് ഈക്വൽ ടു πr സ്ക്വയർ ആണ്. അപ്പം π ഇൻറ്റു R സ്ക്വയർ. സോ 35 ഇൻറ്റു 35. 3850 മീറ്റർ സ്ക്വയർ ഏരിയ ആണ് പ്ലോ ചെയ്യാനുള്ളത്. ഓക്കെ, ഫീൽഡ് ഈസ് ടു ബി പ്ലോഡ് അറ്റ് ദ റേറ്റ് ഓഫ് 12.50 per meter square. അതായത് 1 മീറ്റർ സ്ക്വയർ പ്ലോ ചെയ്യാനാണ് ₹12.50.
അങ്ങനെയാണെങ്കിൽ ഈ 3850 മീറ്റർ സ്ക്വയർ ലവ് ചെയ്യാൻ എത്രയാവും? റേഷ്യോയുടെ ഇതിൽ എഴുതാം. 1:12.50. 1 മീറ്റർ സ്ക്വയറിന് 12.50. അങ്ങനെയാണെങ്കിൽ 3850ന് എത്ര എമൗണ്ട് ആവും? So x is equal to 12.50 into 3850. That is equal to rupees 48,125. Question 22. Two circles touch each other externally. Touch each other externally എന്ന് പറഞ്ഞാൽ ഒറ്റ പോയിന്റിൽ മാത്രമേ ഇത് ടച്ച് ചെയ്യത്തുള്ളൂ. ഇങ്ങനെയാണ് ടച്ച് ചെയ്യുന്നത്. ഓക്കെ. The sum of their areas is. അപ്പോൾ ഇതിനൊരു റേഡിയസ് ഉണ്ട്. Let it be R1. ഇതിനൊരു റേഡിയസ് ഉണ്ട്. Let it be R2. So sum of their areas എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ pi R1 square plus pi R2 square. Sum of the areas is 58 pi. Pi into R1 square plus R2 square ആണ് 58 pi. അതിൽ നിന്ന് നമുക്ക് pi കട്ട് ചെയ്താൽ R1 square plus R2 square എന്ന് പറയുന്നത് 58 ആണ് കിട്ടും. ഓക്കെ. വേറൊരു കാര്യം കൂടെ അറിയാം. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റേഴ്സ് ഈസ് 10 സെൻറ്റിമീറ്റേഴ്സ്. ഇതാണ് ഒരു സെൻറ്റർ, ഇതാണ് ഒരു സെൻറ്റർ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റർ എന്ന് പറയുമ്പം R1 plus R2 ആണ് ഉദ്ദേശിക്കുന്നത്. ഈക്വൽ ടു 10 സെൻറ്റിമീറ്റേഴ്സ്. ഫൈൻഡ് ദ റേഡിയായി ഓഫ് ദ ടു സർക്കിൾസ്. R1 R2 ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്കിപ്പോൾ ഉള്ളത് R1 പ്ലസ് R2 ഉണ്ട്, R1 സ്ക്വയർ പ്ലസ് R2 സ്ക്വയറും ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ R1 പ്ലസ് R2 ദ ഹോൾ സ്ക്വയർ ഒന്ന് ചെയ്ത് നോക്കാം. A പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. A സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2AB. R1 പ്ലസ് R2 10. 10 സ്ക്വയർ is equal to R1 സ്ക്വയർ പ്ലസ് R2 സ്ക്വയർ 58 പ്ലസ് 2R1 R2. So ഇതിൽ നിന്ന് 2R1 R2 is equal to 10 square 100 minus 58. So 100 minus 58 എന്ന് പറയുന്നത് 42 ആണ്. അപ്പോൾ R1 R2 എന്ന് പറയുന്നത് 42/2 21 ആണ്. നമുക്ക് R1 പ്ലസ് R2 10 എന്നറിയാമല്ലോ. അതിൽ നിന്ന് R1 is equal to 10 മൈനസ് R2 എന്ന് വേണമെങ്കിൽ എഴുതാം. എന്നിട്ട് ഈ R1 ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 10 മൈനസ് R2 ഇൻറ്റു R2 is equal to 21. 10 R2 minus R2 square is equal to 21. R2 square minus 10 R2 plus 21 equal to 0. ഓക്കെ. അപ്പോൾ നമുക്ക് ആക്ച്വലി ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പോലെയാണ് ഇപ്പോൾ കിട്ടിയത്. ഒന്നെങ്കിൽ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാം. -7ഉം -3ഉം ആണ്. അപ്പം R2 minus 7 into R2 minus 3 equal to 0. R2 is either 7 or 3. If R2 is equal to 7, then R1 is equal to 10 minus R2. 10 minus 7, 3. If R2 is 3, then R1 is equal to 10 minus 3, which is equal to 7. നമ്മൾ എങ്ങനെ എടുത്താലും ഒരെണ്ണം 7ഉം ഒരെണ്ണം 3ഉം ആയിട്ടാണ് കിട്ടുന്നത്. സോ റേഡിയസ് ഓഫ് ദ ടു സർക്കിൾസ് എന്ന് പറയുന്നത്, റേഡിയായി എന്ന് പറയുന്നത് 3 centimeters and 7 centimeters. The given figure shows a rectangle ABCD
ഇങ്ങനെയാണ് റെക്റ്റാങ്കിൾ എ ബി സി ഡി ഇരിക്കുന്നത്. എ ബി സി ഡി inscribed in a circle. If AB is equal to 28 centimeters and BC is equal to 21 centimeters, find the area of shaded portion of the given figure. The shaded portion എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് ഇതാണ്. സോ ഈ ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഏരിയ ഓഫ് ഷെയ്ഡഡ് പോർഷൻ is equal to area of the circle, total full ആയിട്ടുള്ള circle minus area of rectangle ചെയ്താൽ മതി. Now area of the circle എന്ന് പറയുമ്പോൾ pi r square. So 22/7 pi into r square. r എങ്ങനെ കണ്ടുപിടിക്കും ഈ സർക്കിളിൻ്റെ? അതിനായിട്ട് നമ്മൾ ഡി ബി അല്ലെങ്കിൽ എ സി, അതായത് ഡയഗണൽ ഓഫ് ദ റെക്റ്റാങ്കിൾ നോക്കുക. ഞാനിപ്പോൾ തൽക്കാലം ഈ എ സി എടുക്കുകയാണ്. ഇത് എന്ന് പറയുന്നത് ഈ സെൻറ്റർ ഓഫ് ദ സർക്കിളിൽ കൂടെയാണ് പാസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ ഡയമീറ്റർ. ഡയമീറ്റർ ആകുമ്പം ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണല്ലോ, അപ്പോൾ ഹൈപ്പട്ന്യൂസ് വെച്ച് കണ്ടുപിടിക്കാം. എ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. സോ 35 സെൻറ്റിമീറ്റർ, സോറി, സ്ക്വയർ റൂട്ട് ഞാൻ ആൻസറും കൂടെ കണ്ടുപിടിച്ചു. എ സി സ്ക്വയർ എന്ന് പറയുമ്പോൾ 1225 ആണ് ഇവിടെ കിട്ടുന്നത്. സോ എ സി is equal to square root of 1225 which is 35 centimeters. അപ്പോൾ ഹാഫ് ഇൻറ്റു ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ 35. ഈ എ സി എന്ന് പറയുന്നത് പക്ഷേ ഡയമീറ്റർ ആണ്. ഓക്കെ, ഡയമീറ്റർ ആണ് 35. സോ റേഡിയസ് എന്ന് പറയുമ്പം 35/2 ആണ്. സോ പൈ ഇൻറ്റു ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ 35/2 ഇൻറ്റു 35/2 which is equal to ചെയ്യുമ്പം 962.5 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഇനി ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിളും കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ ഇതൊരുമിച്ച് എഴുതാം. ഈക്വൽ ടു 962.5. ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ എന്ന് പറയുമ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. സോ 28 ഇൻറ്റു 21. 28 ഇൻറ്റു 21 ചെയ്യുമ്പോൾ നമുക്ക് 588 എന്നാണ് കിട്ടുന്നത്. സോ ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യുമ്പോൾ 374.5 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നാണ് ഷെയ്ഡഡ് ഏരിയയുടെ ഷെയ്ഡ് പോർഷൻ്റെ ഏരിയ ആയിട്ട് കിട്ടും. A square is inscribed in a circle. അപ്പോൾ സർക്കിളിൻ്റെ അകത്താണ് സ്ക്വയർ ഇരിക്കുന്നത്. ഓഫ് റേഡിയസ് 7 സെൻറ്റിമീറ്റേഴ്സ്. അപ്പം നമുക്ക് ഇതാണ് ഡയഗണൽ. ഡയഗണൽ എന്ന് പറയുമ്പം 2 times റേഡിയസ് ആണ്. നമുക്ക് റേഡിയസ് 7 സെൻറ്റിമീറ്റർ എന്നാണ് തന്നിരിക്കുന്നത്. സർക്കിൾ ഓഫ് റേഡിയസ് 7 സെൻറ്റിമീറ്റേഴ്സ്. സോ ഡയമീറ്റർ എന്ന് പറയുന്നത് 2 times റേഡിയസ്, 7 ഇൻറ്റു 2 14 സെൻറ്റിമീറ്റേഴ്സ് ആണ്. സോ ഇതാണ് 14. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ സ്ക്വയർ എന്നാണ് ചോദിച്ചേക്കുന്നത്. സ്ക്വയർ അല്ലേ, എല്ലാ സൈഡും സെയിം ആണ്. അഗെയിൻ സ്ക്വയർ ആയതുകൊണ്ട് തന്നെ 90 ഡിഗ്രി ആണ്. സോ പൈതഗോറസ് തിയറം വെക്കുമ്പോൾ ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ് ഹൈപ്പട്ന്യൂസ് സ്ക്വയർ. സോ 2a സ്ക്വയർ ആണ് 196. എ സ്ക്വയർ എന്ന് പറയുന്നത് 196/2 ആണ്. സോ 98 സെൻറ്റിമീറ്റർ സ്ക്വയർ. നമ്മുടെ ഏരിയ ഓഫ് ദ സ്ക്വയർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എ സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ 98 സെൻറ്റിമീറ്റർ സ്ക്വയർ തന്നെ. A metal wire, when bent in the form of an equilateral triangle of largest area, encloses an area. സോ ഒരു വയറാണ്, ആ വയർ ഇങ്ങനെ ബെൻഡ് ചെയ്തൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ, ഓൾ സൈഡ്സ് ഈക്വൽ. അപ്പം ഇത് എൻക്ലോസ് ചെയ്യുന്ന ഏരിയയാണ് 484√3 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ √3a²/4 ആണ്. സോ √3 എ എന്ന് പറയുന്നത് ഓൾ സൈഡ്സ് ആണ്. ഓക്കെ, √3a²/4 ആണ് 484√3. സോ ഇതിൽ നിന്ന് എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 484 ഇൻറ്റു 4. A is equal to square root of 484 into 4.
അതിൽ നിന്ന് നമുക്ക് ഈക്വൽ ടു 44 സെൻറ്റിമീറ്റർ എന്നാണ് കിട്ടുന്നത്. ഓക്കെ, അത് സൈഡാണ്. ഇനി ഇഫ് ദ സെയിം വയർ ഈസ് ബെൻഡ് ഇൻ ദ ഫോം ഓഫ് എ സർക്കിൾ, ഈ സെയിം വയർ സർക്കിളിനെ ബെൻഡ് ചെയ്യണമെങ്കിൽ ഈ ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ പെരിമീറ്ററും ഈ സർക്കിളിൻ്റെ സർക്കംഫറൻസും ഈക്വൽ ആയിരിക്കണം. സൈഡ് 44. സോ 132 സെൻറ്റിമീറ്റേഴ്സ് ആണ് ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ വിച്ച് ഇസ് ഈക്വൽ ടു സർക്കംഫറൻസ് 132 സെൻറ്റിമീറ്റേഴ്സ്. സോ അതിൽ നിന്ന് 2 ഇൻറ്റു പൈ ഇൻറ്റു ആറാണ് 132. സോ അതിൽ നിന്ന് ആർ ഈസ് ഈക്വൽ ടു 132 ഇൻറ്റു 7 ബൈ 2 ഇൻറ്റു 22. 21 സെൻറ്റിമീറ്റർ എന്നാണ് റേഡിയസ് കിട്ടുന്നത്. അപ്പോൾ പിന്നെ അതിൻ്റെ ഏരിയ എന്തായിരിക്കും? പൈ ആർ സ്ക്വയർ ആണ്. സോ പൈ ഇൻറ്റു ആർ സ്ക്വയർ 1386 സെൻറ്റിമീറ്റർ സ്ക്വയറിന് ആൻസർ കിട്ടും. The diameters of the front and rear wheels of a tractor. ഫ്രണ്ട് വീലും ബാക്ക് വീലും ഡിഫറെൻ്റ് ആണല്ലോ. സോ ഫ്രണ്ട് ആൻഡ് റയർ വീൽ ഡയമീറ്റർ എന്ന് പറയുന്നത് 63 സെൻറ്റിമീറ്റേഴ്സ്. റയർ ആണ് വലുതല്ലേ, അപ്പോൾ അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 1.54 മീറ്റേഴ്സ്. ഇനി ഡയമീറ്റർ തരുമ്പോൾ തന്നെ അതിൽ നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കാമല്ലോ, 63/2. ആൻഡ് ഇത് മീറ്ററിലാണ് തന്നേക്കുന്നത് കേട്ടോ. മീറ്ററും സെൻറ്റിമീറ്ററും ഒക്കെ തന്നെ നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കുകയാണ്. അപ്പോൾ നമ്മൾ സെൻറ്റിമീറ്ററിലോട്ട് ആക്കുക. 154 സെൻറ്റിമീറ്റർ. സോ 154/2. ഇനി സർക്കംഫറൻസ് ഓഫ് ദ ഫ്രണ്ട് വീൽ എന്ന് പറയുന്നത് 2πr. സോ 2 ഇൻറ്റു 22/7 ഇൻറ്റു 63/2. circumference of the front wheel. Okay, 198 centimeter എന്ന് കിട്ടും. Now circumference of the rear wheel 2 into 22/7 into 2 pi into r 154/2. So circumference of the rear wheel എന്ന് പറയുന്നത് 484 centimeters. അപ്പം ഈ സർക്കംഫറൻസ് ആണ് 198 സെൻറ്റിമീറ്റർ ആണ് ഇൻ 1 റെവല്യൂഷൻ ഫ്രണ്ട് വീല് പോകുന്നത്, ആൻഡ് റെയർ വീല് പോകുന്നത് ഇൻ 1 റെവല്യൂഷൻ 484 സെൻറ്റിമീറ്റർ ആണ്. Now ഇനി പറയുന്നത് the rear wheel is rotating at 24 and 6/11 revolutions per minute. റെയർ വീലിൻ്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, സോ 1 മിനിറ്റിൽ 24 and 6/11 revolution ചെയ്യുവാണ്. Find revolutions per minute made by the front wheel. അപ്പോൾ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് വീലും റയർ വീലും എപ്പോഴും നമ്പർ ഓഫ് റെവല്യൂഷൻസ് ഡിഫറെൻ്റ് ആയിരിക്കും, കാരണം സൈസ് ഓഫ് ദ വീല് ഡിഫറെൻ്റ് ആണ്. പക്ഷേ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എപ്പോഴും സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 1 മിനിറ്റ് കണ്ടുപിടിക്കാം. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 റെവല്യൂഷനിൽ 484 സെൻറ്റിമീറ്റർ പോകും. ഓക്കെ, അത് 1 റെവല്യൂഷനിൽ. അപ്പം 24 and 6/11 റെവല്യൂഷൻസ് പോകുമ്പോഴായിരിക്കും എത്ര സെൻറ്റിമീറ്റർ പോകുന്നു നോക്കണം. അതായത് 1 മിനിറ്റിലാണത്. ഓക്കെ, നമ്മൾ ഡിസ്റ്റൻസ് ഇൻ 1 മിനിറ്റ് എന്ന് പറയുമ്പോൾ
1 മിനിറ്റിൽ പോകുന്ന റെവല്യൂഷൻസ്, അതായത് 24/6/11, പിന്നെ ഇൻറ്റു ഒരു റെവല്യൂഷന് 484 ആണ്. അപ്പോൾ പിന്നെ 24/6/11 റെവല്യൂഷൻസിന് എത്രയാണെന്നാണ് നോക്കുന്നത്. അത് 1 മിനിറ്റിലുള്ളതാണല്ലോ തന്നേക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് 11880 സെൻറ്റിമീറ്റേഴ്സ് എന്നാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ട്രാക്ടർ ഇൻ 40 മിനിറ്റ്സ് അത് ചോദിച്ചിട്ടുണ്ട്. ഇത് 1 മിനിറ്റ് അല്ലേ, അപ്പോൾ ഡിസ്റ്റൻസ് ഇൻ 40 മിനിറ്റ്സ് എന്തായിരിക്കും? 11880 ഇൻറ്റു 40. അത്രേ ഉള്ളൂ. ഇതിനെ ഇപ്പോൾ സെൻറ്റിമീറ്ററിലാണ്, കിലോമീറ്റർ ആക്കണമെങ്കിൽ ഡിവൈഡഡ് ബൈ, സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കണമെങ്കിൽ ഡിവൈഡ് ബൈ 100. വീണ്ടും ഒരു കിലോമീറ്ററും കൂടെ ആക്കണമെങ്കിൽ ഇത്ര വേണം അല്ലേ? സോ 11880 ഇൻറ്റു 40 ഡിവൈഡഡ് ബൈ 1 2 3 4 5 zeros ഉണ്ട്. സോ നമുക്ക് 4.752 കിലോമീറ്റേഴ്സ് എന്ന് കിട്ടും. അപ്പോൾ ഒരു പാർട്ട് കിട്ടി. പിന്നെ ദ റെവല്യൂഷൻസ് പെർ മിനിറ്റ് മെയ്ഡ് ബൈ ദ ഫ്രണ്ട് വീലും കൂടെ ഉണ്ട്. റെവല്യൂഷൻസ് പെർ മിനിറ്റ് ആണ്. ഓക്കെ, സോ 198 സെൻറ്റിമീറ്റർ ആണ് 1 റെവല്യൂഷനിൽ ട്രാവൽ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ റെവല്യൂഷൻസ് പെർ മിനിറ്റ് മെയ്ഡ് ബൈ ദ ഫ്രണ്ട് വീൽ ഒരു മിനിറ്റിൽ. ഓക്കെ, സോ ഈ ഡിസ്റ്റൻസ് ഫ്രണ്ട് വീലാണെങ്കിലും ബാക്ക് വീലാണെങ്കിലും സെയിം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ റെവല്യൂഷൻസ് പെർ മിനിറ്റ് ഓഫ് ദ ഫ്രണ്ട് വീൽ എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽഡ്, അതായത് 11880 ഡിവൈഡഡ് ബൈ എത്ര സെൻറ്റിമീറ്റേഴ്സ് ആണ് ഒരു റെവല്യൂഷനിൽ പോകുന്നത്? 198, അതായത് 60 revolutions. ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ഒരു റെവല്യൂഷനിലെ ഡിസ്റ്റൻസ്. അപ്പം നമ്പർ ഓഫ് റെവല്യൂഷൻസ് കിട്ടും. ടു സർക്കിൾസ് ടച്ച് ഈച്ച് അതർ എക്സ്റ്റേണലി. നമ്മൾ നേരത്തെ ചെയ്ത പോലെയാണ്. ടു സർക്കിൾസ് ടച്ച് ഈച്ച് അതർ എക്സ്റ്റേണലി. The sum of their areas, വീണ്ടും R1 R2 എന്നെടുത്തു. സം ഓഫ് ദർ ഏരിയാസ് എന്ന് പറയുമ്പോൾ പൈ R1 സ്ക്വയർ പ്ലസ് പൈ R2 സ്ക്വയർ ഈ 74 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ. അഗൈൻ പൈ ഇൻറ്റു R1 സ്ക്വയർ പ്ലസ് R2 സ്ക്വയർ ഇസ് ഈക്വൽ ടു 74 പൈ. പൈ രണ്ടും കട്ടായി പോയി. R1 സ്ക്വയർ പ്ലസ് R2 സ്ക്വയർ ഇസ് ഈക്വൽ ടു 74. Distance between their centers R1 plus R2 is equal to 12 centimeters. Find the diameters of the circle എന്നാണ് ക്വസ്റ്റ്യൻ. നേരത്തെ ചെയ്ത സെയിം ടൈപ്പാണ്. ഇനി നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത് R1 plus R2 the whole square, A plus B the whole square is equal to A square plus B square plus 2AB. So R1 plus R2 12 ആണ്. 12 square 144 ആണ്. Equal to R1 square plus R2 square 74 ആണ്. Plus 2 R1 R2 ആണ്. അതിൽ നിന്ന് 2 R1 R2 is equal to 144 minus 74 which is equal to 144 minus 74 അല്ലേ, 70 എന്ന് കിട്ടും. 70 centimeters. So R1 R2 is equal to 70 by 2 which is equal to 35 centimeters. നമ്മൾ ലാസ്റ്റ് ടൈം ചെയ്തത് ഇനി R1 equal to അല്ലെ R2 equal to എന്നത് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് എടുത്തിട്ട് തിരിച്ച് ഈ
R1 R2 ഈക്വൽ ടു 35ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമെന്നായിരുന്നു. ദിസ് ടൈം വേറൊരു കാര്യമാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം വേറൊരു മെത്തേഡിലാണ് ചെയ്യാൻ പോകുന്നത്. ഏതാണോ ഈസി അതിൽ ചെയ്യാം. ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് R1 മൈനസ് R2 ദ ഹോൾ സ്ക്വയർ ആണ്. ഇസ് ഈക്വൽ ടു R1 സ്ക്വയർ പ്ലസ് R2 സ്ക്വയർ മൈനസ് 2R1 R2. സോ R1 മൈനസ് R2 ദ ഹോൾ സ്ക്വയർ അറിയത്തില്ല, ഈക്വൽ ടു R1 സ്ക്വയർ പ്ലസ് R2 സ്ക്വയർ എന്ന് പറയുന്നത് 74 മൈനസ് 2 ഇൻറ്റു R1 R2 എന്ന് പറയുന്നത് 35. സോ വിച്ച് ഇസ് ഈക്വൽ ടു 74 മൈനസ് 74 എന്ന് കിട്ടി. അപ്പോൾ പിന്നെ R1 മൈനസ് R2 എന്ന് പറയുന്ന സ്ക്വയർ റൂട്ട് ഓഫ് 4 വിച്ച് ഇസ് ഈക്വൽ ടു 2. ഇപ്പം നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടി. ലീനിയർ സൈമിൾട്ടേനിയസ് ഇക്വേഷൻ ആണ്. സോൾവ് ചെയ്യാമല്ലോ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ 1 പ്ലസ് ഇക്വേഷൻ 2 ചെയ്യാം. അപ്പോൾ എന്ത് പറ്റും? R1ഉം R1ഉം കൂടെ 2R1 ആയി മാറും. പ്ലസ് R1ഉം പ്ലസ് R2ഉം മൈനസ് R2ഉം കട്ടായി പോവും, 0 ആയി പോവും. ഈക്വൽ ടു 12 പ്ലസ് 2 14. സോ R1 വിൽ ബി ഈക്വൽ ടു 14/2 7 സെൻറ്റിമീറ്റേഴ്സ് എന്ന് കിട്ടി. ഇനി ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഞാനിപ്പം ഇക്വേഷൻ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. സോ 7 മൈനസ് R2 ഇസ് ഈക്വൽ ടു 2. സോ R2 ഇസ് ഈക്വൽ ടു 7 മൈനസ് 2 5 സെൻറ്റിമീറ്റേഴ്സ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. ഇത് നമ്മൾ എക്സ്പാൻഷൻസിൽ പഠിച്ച മെത്തേഡ് വെച്ചിട്ടാണ്. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ, എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഒക്കെ വെച്ച് നമ്മൾ എക്സ്പാൻഷനൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ ആ ഒരു മെത്തേഡ് വെച്ചിട്ടാണ് ഇതിലോട്ട് ചെയ്യുന്നത്. If a square is inscribed in a circle, the square inscribed in a circle, square ആണ് സർക്കിളിൻ്റെ അകത്ത്. ഓക്കെ, ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ഏരിയ ഓഫ് ദ സർക്കിൾ ആൻഡ് ഏരിയ ഓഫ് ദ സ്ക്വയർ. റേഷ്യോ ഓഫ് ഏരിയ ഓഫ് ദ സർക്കിൾ ടു ഏരിയ ഓഫ് സ്ക്വയർ. നമുക്ക് രണ്ടും കണ്ടുപിടിക്കണം. ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്ക് ഒരു മെഷർമെൻറ്റ്സും തന്നിട്ടില്ല. അപ്പം നമ്മൾ നേരത്തെ പോലെ തന്നെ എടുക്കണം. സ്ക്വയർ ആയതുകൊണ്ട് തന്നെ സൈഡ് എ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഏരിയ ഓഫ് എ സർക്കിൾ എന്ന് പറഞ്ഞാൽ പൈ ആർ സ്ക്വയർ ആണ്. സോ 22/7 ഇൻറ്റു, ഇനി ആർ നമുക്കറിയത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഈ ഡയഗണലാണിത്. സോ ഇതിനെ ഞാൻ ഡി എന്നാണ് പേരിടാൻ പോകുന്നത്. ഓക്കെ, സോ ഡി ഞാൻ കണ്ടുപിടിക്കാൻ പോവാണ് ഫ്രം പൈതഗോറസ് തിയറം. ഡി ഇസ് ഈക്വൽ ടു, ഡി എന്ന് പറഞ്ഞാൽ ഡയഗണലാണ്, അത് സെൻറ്റർ ഡയമീറ്ററും ആണ്. സോ ഡയമീറ്റർ ഇസ് ഈക്വൽ ടു ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ വിച്ച് ഇസ് 2a സ്ക്വയർ. അപ്പോൾ അതിൽ നിന്ന് ഡി ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2a സ്ക്വയർ വിച്ച് ഈസ് a റൂട്ട് 2. ഇത് ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ ആണ്. അപ്പോൾ റേഡിയസ് എന്ന് പറയുന്നത് ഡയമീറ്റർ ബൈ 2 ആണ്. സോ a റൂട്ട് 2/2 എന്നാണ് റേഡിയസ് വരുന്നത്. സോ ഏരിയ ഓഫ് എ സർക്കിൾ എന്ന് പറയുമ്പോൾ പൈ ഇൻറ്റു ആർ സ്ക്വയർ എന്നാണ്. a റൂട്ട് 2/2 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ദ സ്ക്വയർ എന്ന് പറയുമ്പോൾ a സ്ക്വയർ. സോ ദിസ് ഇസ് 22/7 ഇൻറ്റു a സ്ക്വയർ ഇൻറ്റു റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 2/4 divided by a square. So ഇവിടെ നമുക്ക് 2നെയും 4നെയും കട്ട് ചെയ്യാം, 2നെയും 22നെയും കട്ട് ചെയ്യാം. സോ 11a square by 7 by a square by 1 എന്നാണ് വരുന്നത്, which is equal to 11a square by 7 into 1 by a square. So ഈ a സ്ക്വയറും കട്ടായി പോവും. അപ്പോൾ ബാക്കി 11/7 അല്ലെങ്കിൽ റേഷ്യോ ആയിട്ട് പറയുമ്പോൾ 11:7. സോ ഇത്രയും ക്വസ്റ്റ്യൻസേ ഈ എക്സസൈസിലുള്ളൂ. ഇത് പുതിയ ടെക്സ്റ്റിൽ 21C എന്ന് പറഞ്ഞ് എൻ്റെ ടെക്സ്റ്റിലുള്ളത് 21Cയും 21Dയും ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് എന്താണെങ്കിലും ഇത്രയും ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലും അതെല്ലാം ഡെഫിനറ്റ്ലി ചെയ്യാൻ പറ്റും. സോ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ നിന്ന് ഉള്ള ക്വസ്റ്റ്യൻസ്.